ഒറ്റയ്ക്ക് തിന്നരുത് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരോട് പങ്കുവെച്ച് വേണം കഴിക്കാൻ. വഴിയിലെ എൻ്റെ കൂട്ടുകാരാ ബേക്കറിയിൽ നിന്ന് വരുന്ന കൂട്ടത്തിൽ ഈ എല്ലുകളൊക്കെ കൊണ്ട് കൊടുക്കും. അങ്ങനെ ബന്ധം കൂടിയതാ, സ്നേഹം കൂടി എൻ്റെ കൂടെ കൂടി. 3 പേരുണ്ട്. 3 പേർക്കായിട്ട് ഇട്ട് കൊടുത്ത ഇവിടെ മാത്രമേ ഇപ്പോൾ തിന്നുന്നത്. അണ്ണന്മാരെ 2 എണ്ണത്തിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. എടാ തെറിയാന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ഇനി തെറി കേട്ടോണ്ടിരിക്കണോ? പൊയ്ക്കോ. അത്രേ ഉള്ളു കാര്യം. അത്രേ ഉള്ളു കാര്യം. ഇന്നത്തെ യാത്ര വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റിലെ നമ്മുടെ റബ്ബറിൻ്റെ കുറച്ച് കാഴ്ചകൾ, പൈനാപ്പിൾ കാഴ്ചകൾ, പോകുന്ന ഭാഗത്തുള്ള കാഴ്ചകളായിരിക്കും ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ. ഇപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിക്കുള്ള ഭാഗത്തെ ആദ്യത്തെ എൻട്രി ചെയ്യുക. ഇപ്പം ഇവിടെ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ KP യോഹന്നാൻ്റെ സ്ഥലമായി ചെറുവള്ളി എസ്റ്റേറ്റ്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഇൻട്രോ പറയാമെന്ന് കരുതി. എല്ലാവർക്കും ഹായ്, നമസ്കാരം. ഷാജീസ് കുറിൻ്റെ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറുവള്ളി എസ്റ്റേറ്റിലെ കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ്. ഇതിനു മുമ്പ് ഞാൻ ചെറുവള്ളി എസ്റ്റേറ്റിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ അമ്മേ ശരണം ദേവീ ശരണ 5 കുഴി ക്ഷേത്രത്തിലെ വീഡിയോ എടുക്കാനായിട്ട്. അത് ഈ ചെറുവള്ളി എസ്റ്റേറ്റിലായിരുന്നു ഈ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടം വരെയുള്ള കുറച്ച് അങ്ങോട്ടുള്ള കാഴ്ചകളോട് കാണുകയാണ് നമ്മുടെ ഇന്നത്തെ യാത്രാ ബ്ലോഗ്. അപ്പം ഓണമൊക്കെയാണ് വരാതെ. ഇല്ല, അഡ്വാൻസായിട്ട് എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഗായ്സ് നോക്കൂ, അപ്പം നമ്മുടെ പ്രത്യേക ഒരു അറിയിപ്പുണ്ട്. എൻ്റെ വീഡിയോ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് രാവിലെ 6 മണിക്കാണ് എൻ്റെ വ്ളോഗ് വരുന്നത്. ചിലവൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചിലപ്പോൾ 6 മണി 6:30 ആ സമയത്തായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാനിടുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്കാണ് ഞാനൊരു തീയതി നിശ്ചയിച്ചേക്കുന്നത്, ഒരു സമയം. അപ്പോൾ നമ്മുടെ വ്ളോഗ് വ്ളോഗ് 6 മണിക്ക് കൃത്യസമയത്തായിരിക്കും വരുന്നത്. ഞാനത് ഒത്തിരി വീഡിയോ അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ എല്ലാവരും വീഡിയോ ഇട്ടിട്ട് മടുപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരാഴ്ച 2 വീഡിയോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഓണം നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ 2 വീഡിയോ 3 വീഡിയോ കുറയ്ക്കേണ്ട വന്നത്. കാരണം നേരമില്ല, ജോലിക്കും വിലയ്ക്കും എനിക്ക് പോകേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കുറച്ചിട്ടുണ്ട്. ഓണം കഴിയുമ്പോഴത്തേക്കും ഞാൻ പതിവ് പോലെ നിങ്ങളിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. സഹകരിക്കുക. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റും താഴെ രേഖപ്പെടുത്തേണ്ടതാണ്. അവരുടെ സമയങ്ങളിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സമയങ്ങൾ മാത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കാൻ പറ്റും. ചെറുവള്ളി എസ്റ്റേറ്റിൽ എൻ്റെ അറിവിൽ അങ്ങോട്ട് 6-7 സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
പൈലറ്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമ സുരേഷ് ഗോപിയുടെ അത് ഈ ഭാഗത്തായിട്ട് വെച്ചായിരുന്നു ഷൂട്ടിംഗ് നടന്നിരുന്നത്. ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡാ. ഇച്ചിരി റിസ്ക്കാ ഈ വഴി എന്ന് പറഞ്ഞാൽ. ഈ ഭാഗത്തായിട്ടൊരു ക്ഷേത്രമുണ്ട്. ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ നല്ല ഫുള്ളായിട്ടുള്ള റബ്ബർ തോട്ടം. അപ്പുറത്തും ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നടുക്കൂടാങ്ക് റോഡ്. നല്ല റോഡും കൂടെ. നല്ല റോഡെന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയായിട്ടുള്ള റോഡാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കളിയാക്കി ഉദ്ദേശിച്ച് പറഞ്ഞത് നല്ല റോഡാന്ന് പറഞ്ഞത്. എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ഇപ്പോൾ എല്ലാം ബംഗാളി, നേപ്പാളികൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പം പണിയെടുക്കുന്നത്. അവരുടെ സ്ഥലം പാറ പൊട്ടിച്ചതാണ് ഇവിടെ. എസ്റ്റേറ്റിലെ ആവശ്യത്തിനൊക്കെ ഇത് വേണം മതിൽ കെട്ടാൻ വേണ്ടി അവർ ഈ പാറ പൊട്ടിക്കുന്നത്. ഇങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റുന്നില്ല. ആ സ്ഥലത്തിലോട്ടൊക്കെ 2 ചേട്ടന്മാർ വരുന്നുണ്ട് ബൈക്കേൽ. ഇവിടെ ഭാഗത്തൊരു മുസ്ലിം പള്ളിയുണ്ട്, ജുമാ മജീദിൻ്റെ കുരിശടിയത്. ഈ വഴി നേരെ കിടക്കുന്ന ഇവിടെ എരുമേലിയിലോട്ടാണ് ചെന്ന് ചേരുന്നത്. എരുമേലി രണ്ട് ഭാഗത്തായിട്ടും റബ്ബർ തോട്ടം കണ്ടോ. ഇവിടെ പ്രത്യേകിച്ച് കാണാൻ എന്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈനാപ്പിൾ കൃഷിയുണ്ട്, റബ്ബറുണ്ട്, പിന്നെ എസ്റ്റേറ്റിലുള്ള തൊഴിലാളികളെ അവരൊക്കെയാണ് കാണാനുള്ളത്. എസ്റ്റേറ്റിനകത്തുള്ള റോഡെന്ന് പറഞ്ഞാൽ വളഞ്ഞും തിരിഞ്ഞും റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് കട്ടറുണ്ട്, തല്ലിപ്പൊളിഞ്ഞ റോഡ് കൂടാ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ചെറുവള്ളി എസ്റ്റേറ്റ് ശ്രീ പൂവൻ പറമാല ക്ഷേത്രം. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചേട്ടനും ചേച്ചിയും കൂടെ വിറവ് പറക്കൊണ്ട് പോവാ. പുള്ളിക്കാരൻ നമ്മളെ നോക്കുന്നു. വല്ല ഉടക്ക് പാർട്ടികളോ വല്ലോ ആണോ. പള്ളിയിലേക്ക് പോകുന്ന വഴിയുണ്ട്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. തീർത്തും പോയ വഴി കേട്ടോ. അന്ത്യവിശ്രമം കൊള്ളുന്ന ആൾക്കാരാ. അപ്പോൾ അവരെ ശല്യപ്പെടുത്തുന്നത് ശരിയാണോ? അല്ലല്ലോ. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോയേക്കാം. ചെറുവള്ളി എസ്റ്റേറ്റിനകത്തെ ഐക്യൂബിൾ ചർച്ച് ഒരു കൊച്ചു സെമിത്തേരിയ. ഈ പള്ളിക്കകത്തെ പള്ളി മുറ്റത്തുള്ള ഭാഗം ഇപ്പം കാണുന്നത്. ഇവിടെ ഓണാഘോഷ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലക്ഷണം ഞാൻ കാണിച്ചു തരാം. കണ്ടണേ.
റോസപ്പൂക്കളെ ഇട്ടേണ്ടത് കണ്ടോ. ഇവിടെ ഓണാഘോഷ പരിപാടി നടന്നിട്ടുണ്ട്. ഇതാണ് പള്ളി. അത്രയ്ക്ക് വലിയ കൊച്ചു ചർച്ച കേട്ടോ. കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതാണ് ചർച്ചിൻ്റെ അഹം. ഒരു 10, 100, 150 പേര് കൂട്ടായ്മ നടത്തുന്ന ഒരു ചർച്ച. എന്തോ വല്ലാത്തൊരു സ്മെല്ലടിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഈ പൂവിൻ്റെ ആയിരിക്കും. പൂവിൻ്റെ ഒരു വല്ലാത്ത സ്മെല്ലടിക്കുന്നുണ്ട്. ഇതാണ് പള്ളിയുടെ ഇറങ്ങി വരുന്ന കയറി വരുന്ന വഴി. മറ്റേത് കാറുള്ളവർക്കൊക്കെ അതുവഴി കയറി വരാം. പക്ഷേ ആ വഴിയെല്ലാം തീരെ പോയതാണ് ഗൈസ്. ഇതാണ് പള്ളി. ഇനി നമുക്ക് താഴോട്ടൊക്കെ പോകാം. താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. ഓ ഗൈസ് നോക്കൂ, ഇവിടെ ഒരു ഭാഗത്ത് പൈനാപ്പിൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്തേക്കുന്നത് കണ്ട് റബ്ബറാ. വേറെ ആരുമില്ല, ഞാനും ഉണ്ട്, നമ്മുടെ മയിലും ഉണ്ട്. ഇതാണ് റബ്ബർ എസ്റ്റേറ്റാണ്. റബ്ബർ എസ്റ്റേറ്റിൽ കൂടെ ഒരു ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു സൗണ്ട് കേൾക്കാം. അപ്പുറത്ത് കണ്ട കരിഞ്ഞിരിക്കുന്നത് അതും പൈനാപ്പിളാണ്. അതിൻ്റെ എല്ലാം കഴിഞ്ഞു, എല്ലാം പിഴുത് പുതിയ നടാൻ സമയമായി. എല്ലാം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് എല്ലാം കരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഈ എന്താ പറയുന്നത്, മരുന്നില്ലേ, മരുന്നടിച്ച് തളിച്ച് കരിക്കുക. അങ്ങനെയാണ് ഈ ചെയ്യുന്നത്. പൊട്ടിപ്പൊളിച്ച റോഡാണ്, തീരെ പൊട്ടിപ്പൊളിച്ച റോഡ്. വലിയ പ്രയാസമാണ് ഇതിനകത്തോട്ട് ഇറങ്ങി വരാൻ പോലും. പൈനാപ്പിളെല്ലാം പറിച്ചുകൊണ്ട് പോയി. ഇതെല്ലാം എന്താ പറയുക, ചണ്ണയെന്ന് പറയും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പൈനാപ്പിളെല്ലാം വെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ചണ്ണ വരത്തില്ലേ, അതാ ഈ സംഭവം. 1, 2 പൈനാപ്പിളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കേ. ഒരു പൈനാപ്പിൾ പഴുത്ത് നിൽപ്പുണ്ട്. ഒന്ന് 2 പൈനാപ്പിൾ ഞാൻ കണ്ടായിരുന്നു കേട്ടോ, പഴുത്ത് നിൽക്കുന്നു. ഇവിടെയൊക്കെ ഒടിച്ചിട്ടുണ്ട്, ഇവിടെ ഒടിച്ചു പോയിട്ടുണ്ട് പൈനാപ്പിൾ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിളല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ നിന്നെല്ലാം ലോഡ് വാഴക്കുളത്തേക്കാണ് പോകുന്നത്. ഇനി പൈനാപ്പിൾ കൃഷി കണ്ടില്ലെന്ന് ആരും പറഞ്ഞേക്കല്ലേ. ചേട്ടനും ചേച്ചി ബൈക്കിൽ പോവാ. ഇതാണ് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ പൈനാപ്പിൾ. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, കണ്ടോ, മുള്ളുവേലി ഇട്ടിട്ടുണ്ട്. നോക്കിയാ, ദൂരെ നോക്കിയാ നമ്മുടെ മയിലിരിക്കുന്ന നോക്കിയേ, എന്ത് ഭംഗിയാന്ന് കാണാൻ. ആശാനെ പുതിയ വേറൊരു വണ്ടി എക്സ്ചേഞ്ച് മേടിക്കാനൊരു ചെറിയൊരു താല്പര്യമുണ്ട്. ഇവനെ എടുത്ത നാൾ മുതലേ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് പുതിയൊരു വണ്ടി നമ്മൾ എടുക്കണമെന്ന് ചെറിയ ആഗ്രഹമുണ്ട്. ഹോണ്ടയുടെ ഒരു വണ്ടി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആക്റ്റീവ. ഹോണ്ടയുടെ ആകുമ്പോൾ വിറ്റാലും വില കിട്ടും. ഇതിനെന്ന് പറഞ്ഞാൽ വിലയില്ല. ഈയിടയ്ക്ക് പണിത് ഇറക്കിയേ ഉള്ളൂ, പിന്നെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇപ്പോൾ കൊടുക്കാതെ ഇട്ടേക്കുന്നത്. ഇനി വല്ല കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഒരു 40 രൂപയ്ക്ക് മുകളിലുള്ള കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ ആശാനെ ഞാൻ വിറ്റൊഴിക്കുന്നതായിരിക്കും. ഒഴിച്ചിട്ട് പുതിയ സാരഥി നമ്മളെ ആക്കും ഹോണ്ടയുടെ. അത് ഞാൻ എല്ലാവരും വഴിയെ അറിയിക്കുന്നതായിരിക്കും. ഈ കട്ട എന്നുള്ള ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്കകത്തെ സൗണ്ടാണ്.
അത് നമ്മുടെ വണ്ടി ഓടുമ്പോൾ അങ്ങനെ ഒരു സൗണ്ട് വരാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, അല്ലാതും നമ്മൾ സംസാരിച്ച് എടുത്തിട്ടുമുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ റീൽസായിട്ട് ഓടുന്ന ഒരു മനോഹരമായ ഒരു ക്ഷേത്രമില്ലേ, അത് ഇവിടെയാണ്, അഞ്ചുകുഴിയിൽ ചേനപ്പാടി എന്ന് പറയും സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് താഴോട്ട് പോകണം ഗായ്സ്. ഞാൻ വന്നപ്പം ഒരു കാറുമാരന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് പഞ്ചതീർത്ഥം പരാശക്തി ചേനപ്പാടി ദേവസ്വം അഞ്ചുകുഴി എഴുമേലി. നമ്മൾ ഈ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വൈറലായിട്ട് പോകുന്നൊരു ക്ഷേത്രമില്ല, അത് ഈ അഞ്ചുകുഴി ക്ഷേത്രമാണ്. അത് അവിടെ കാണുന്നുണ്ടോ ആ വനം, അതായത് പഞ്ചവനം. ഞാൻ ഈ ഡ്രോൺ ക്യാമറ വഴി നേരത്തെ ഇവിടെ വീഡിയോ ചെയ്തായിരുന്നു. നല്ല മഴ വരുന്നുണ്ട്, നോക്കിയേ, അന്നൊക്കെ നല്ല മഴയാണ്. ഇതാണ് ആ റീൽസിലൊക്കെ കാണുന്ന ക്ഷേത്രം അഞ്ചുകുഴിയിലെ. താഴെയാ വണ്ടി ഇരിക്കുന്നേ. നല്ല മഴക്കാലം വരുമ്പോൾ ഉണ്ടല്ലോ ഇതുവഴി വെള്ളം ഇങ്ങനെ ചാടി വരും. ക്ഷേത്രത്തിനകത്തൂടെ ഒഴുകുമെന്നാണ് റീൽസിലൂടെ ഒക്കെ കണ്ടത്. അപ്പുറത്ത് വഴി ഇറങ്ങാം, ഇപ്പുറത്ത് വഴിയും പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഈ മഴ തകർത്ത് വരുന്നുണ്ട്, കണ്ടോ, ഒരു മഞ്ഞ് പോലെ പെയ്ത് വരുന്നുണ്ടോ, അത് മഴയാ. എത്രയും പെട്ടെന്ന് ഞാൻ കോട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാര്യം കുളമാവും. നല്ല ചെങ്കുത്തായ വളവാ. റബ്ബറും പാലൊക്കെ അതിനകത്ത് കൊണ്ട് ഒഴിച്ചിട്ട് കറ വേർതിരിക്കുന്ന സ്ഥലം ഇവിടെ. ജീപ്പുകാരനിപ്പോ പണി തന്നേന്. ദൈവാധീനം ഉണ്ട് കേട്ടോ, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. രാവിലെ ജോലിക്ക് പോകുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. മാതാവേ, ഒന്നും അപകടങ്ങളോ ഒന്നും കാര്യങ്ങളൊന്നും പറ്റല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് നേർച്ചയിട്ടിട്ടാണ് വന്നത്. ഇന്ന് 1-ാം തീയതിയാണ്, സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ മണർകാട് പെരുന്നാൾ തുടങ്ങി 8 നോയമ്പ്. കസം ഈ ബിൽഡിങ്ങിന്റെ രണ്ട് പരിപാടി നടക്കുമെന്ന് തോന്നുന്നു. രണ്ട് ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്. ആ ഒരു വീട് പണിയാ കേട്ടോ. ഇത്ര പേരേ ഉള്ളൂ, നല്ല റോഡ്. ചെറുവള്ളി ഗ്രാമത്തിലെ എസ്റ്റേറ്റിലെ നമ്മുടെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോവാം.
ഒരു വഴിയിലെ ചെറിയൊരു കാഴ്ച കണ്ട് നിർത്തിയ കണ്ടോ. ഇത് പൈനാപ്പിളിൻ്റെ തയ്യ. നടാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്നതാണ്. അപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വല്ല വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ലൈക്ക് അടിക്കാനും ഇങ്ങനെ ലൈക്ക് അടിക്കുക, ഒരു ഷെയർ അടിക്കുക, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൻ്റെ ശകലോട് ഇങ്ങോട്ടൊന്ന് തള്ളിക്കഴിഞ്ഞാൽ അവിടെ ആണെങ്കിൽ ഹബ്ബ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് പിടിച്ച് കഴിഞ്ഞ് ഒറ്റ ഞെക്കും. അതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനമാവും. അപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റിലെ അമ്പലത്തിൻ്റെ കാഴ്ചകളും ഈ ചുറ്റുവട്ട പരിസരങ്ങളും പൈനാപ്പിളിൻ്റെ അങ്ങനെ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു ഓട്ടോക്കാരൻ ചേട്ടനെ ഇങ്ങനെ തന്നെ നോക്കി നോക്കി പോവാം. അപ്പോൾ ശരിയെന്നാൽ.